എന്തിനെങ്ങനെ കഷ്ടപ്പെട്ട് ഡ്രിങ്ക് ചെയ്യുന്നതാണ് നിന്റെ കഷ്ടം എന്നിട്ട്? അയ്യോ ഡ്രിങ്ക് അതിന്റെ അർത്ഥം നിനക്ക് പറഞ്ഞുതരാം. DRINK. അതൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞ അർത്ഥം അത് അറിയാം. ഇനി പറഞ്ഞ വേണ്ട. അതായത് ഇത് ആദ്യ വെക്ക്. അപ്പൊ നമുക്ക് ഡ്രിങ്കിന്റെ ഡി ഇതിനെ കണക്കൂട്ടാം. അപ്പൊ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ. അതായത് ഈ ആദ്യ പെഗ് മാത്രം നമ്മൾ എടുത്താൽ നമ്മുടെ വയറ് ദഹനം ഒക്കെ നന്നാവുന്നതാണ് ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിരിക്കുന്നത്. ആര്? കുടിയന്മാര്, ശാസ്ത്രജ്ഞന്മാര്. അത് കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ 6. ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ്. ഇവിടെ അടിച്ചെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റിലാക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് മൂന്നാമത്തെ പെഗ്. അതാവുമ്പോൾ DRI ഇന്റലിജൻസ്, ബുദ്ധിമാനായിട്ട് മാറും. മനസ്സിലായില്ലേ? പിന്നെ നാലാമത്തെ N നോട്ടി വർത്താനങ്ങൾ. അതാണ് ലാസ്റ്റ്. ഇവിടെ വെച്ചാണ് ഞാൻ നിർത്താറ്. അതാണ് ഡ്രിങ്കിന്റെ അർത്ഥം. ഡ്രിങ്കിന്റെ അർത്ഥം മനസ്സിലായി. ഈ അർത്ഥമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ കടാൻ അടുത്തടിക്കാൻ പോണ്. ഈ മദ്യത്തിന്റെ എക്സ്പയറി ഡേറ്റ് എത്രയാണെന്നറിയോ നിനക്ക്? മദ്യത്തിന്റെ എക്സ്പയറി ഡേറ്റ് എനിക്കറിയില്ല. പക്ഷെ ഈ മദ്യം അടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എക്സ്പയറി ആവും വേഗം. നീ വെറുതെ ഉത്സാഹപ്പെടുത്തല്ലേ. നീ അങ്ങോട്ട് പോയേ, കുടിക്കാത്ത പോയേ. എന്തൊരു എന്റെ പ്രശ്നം? എന്നും രാത്രിയാകുമ്പോ നീ എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നേ? വീട്ടിൽ പോടാ, സമയം 9 അവനെ പോണേ. ആരോടെ പറയാൻ ആവശ്യട്ടാ. എന്താ പറയാ, വീട്ടിലാകെ പ്രശ്നം. പെണ്ണും അമ്മേര് എന്നലപ്പോ ഞാൻ എന്തൊരു ചെയ്യാച്ചല്ലേ, 2 പേര് പറഞ്ഞു കേൾക്കും. അമ്മ പറഞ്ഞ വെച്ചാൽ ദിദിക്കോടെ കേട്ട് ഇതിലെ വിടും. പെണ്ണ് പറഞ്ഞു വെച്ചാൽ ദിദിക്കോടെ കേട്ട് ഇതിലെ വിടും. ന്യൂട്രൽ, ഒരു കുഴപ്പമില്ലടാ. അതന്നെ ഞാൻ ചെയ്യുന്നത്. ഇതിക്കോടെ കേട്ടിട്ട് ഇതിക്കോടെ വിടും. അമ്മ പറയുന്നത് ഇതിക്കോടെ കേട്ട് ഇതിക്കോടെ വിടും. ഈ രണ്ടാളുണ്ടല്ലോ, ഇതിക്കോടെ 2 ഇതിക്കോടെ കേട്ടിട്ട് ഇതിക്കോടെ വിടുന്നത്. ഒന്നും ചെയ്യാൻ അതൊരു പ്രശ്നം. ഇതിന് പ്രശ്നം ഒന്നേ ഉള്ളൂ. അതെ, അത്രയൊക്കെ ഉള്ളോ.